ചന്ദ്രമോഹൻ ഒരാൾക്കാരുടെ ഇൻസൾട്ട് ചെയ്ത് എങ്ങനെയൊക്കെ എനിക്കൊരു നോസ് ചെയ്യട്ടാ, ശരിക്കും മിസ് ചെയ്തേട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങോട്ട് റേഡിയോ അക്കൗണ്ട് കണ്ടാ നീ? എനിക്കറിയണ്ട നികത്താൻ പറ്റാത്തൊരു ഇതുണ്ടല്ലോ, സ്പേസ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഈ കുടുംബത്തിലൊന്നും. സത്യം 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 അഡ്മിറ്റ് ആണ്, വരാൻ പറ്റിയില്ല. അവന് പനി ഒട്ടും വയ്യ, അഡ്മിറ്റ് ആയിരുന്നു. രാവിലെ എന്തോ അഡ്മിറ്റ് ആയിരുന്നു, അവന് വരാൻ പറ്റില്ല. ചന്ദ്ര സാറൊക്കെ ഒന്ന് വന്നേ. ബർത്ത്ഡേ കളർ ഡ്രസ് എനിക്ക് എനിക്ക് രായനെ കൂടെ രായൻ എവിടെ? രായൻ ബെല്ലാരി രായൻ. ഹലോ. കൊണ്ടുപോയി ആള് കൊണ്ട് അർദ്ധ കൊണ്ടുപോയി. ചന്ദ്ര ഞാനൊരു കാര്യം പറയാം. ബാക്കി ഗാങ് ടാഗ് ഇത് എനിക്കാണോ? DM ഫ്രം അഡ്മിൻ ഇതെനിക്കാണോ? കളിക്കാലോ എവിടെയും. എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഇവന്മാരത്തൊന്ന് മാറി സംസാരിക്കാം. ഒന്നേ ബാക്കിലോട്ട് ആരും വലിഞ്ഞേറി വരല്ലേ. ഇവിടെ ഒരു ലീഡർ കോ ലീഡർ ഡിസ്കഷൻ നടക്കാണ്. ഹലോ. ബ്രോ ഓക്കെ 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 ഓക്കെ. അണ്ണാ 159 വണ്ടി വന്നാ ഞാൻ പറഞ്ഞ ഡീപിച്ചിട്ടുണ്ടോ അവനെ? ഞാൻ നോക്കട്ടെ 159 വാലറ്റ് എടുത്തു. യുവർ വെഹിക്കിൾ ഈസ് ഓൺ ഇറ്റ്സ് വേയോ? അത് 26 സെപ്റ്റംബറിൽ. വാലറ്റില് ഗറാജ് വന്നു അവനെ ഒന്ന് വിളിച്ച് പറഞ്ഞു. അപ്പൊ എടാ ഞാൻ ഒരു കാര്യം പറയാം. കുറച്ച് ഈ കൂട്ടത്തില് ഏറ്റവും കുഞ്ഞുകളെ ഉള്ളത് ഉത്തരവാദിത്വം ഇല്ലാത്തതായിട്ടുള്ള കോലീഡർ നീയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് നിന്നെ വിളിച്ചു പറയണം. ലീഡർ കോലീഡർ അങ്ങനത്തെ ഒരു കാറ്റഗറിയിലാണ്. അല്ല, എന്റെ ടിവിയിൽ അല്ലെങ്കിൽ കുറച്ച് കുഞ്ഞുകളെയും ഗുണമയുള്ളത് നിനക്ക് മാത്രമാണ്. ഒരു സംശയമില്ല അതിലൊരു സംശയമില്ല. അതുകൊണ്ടാണ് നിന്നെ കേട്ടാ. അപ്പൊ ഇവന്മാരുടെ അടുത്ത് ഇനി കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കണം. വെറുതെ കുഞ്ഞു കളിക്കരുത് കേട്ടാ. സ്ട്രിക്റ്റ് ആയിട്ട് നിന്നതാ ഇതേപോലെ റേഡിയോ നിറഞ്ഞിരിക്കും. അല്ലെങ്കിൽ ഇതേപോലെ രണ്ടുപേരെ ചന്ദ്ര, ഞാൻ നിന്നെ മെയിൻ ആയിട്ട് ഇപ്പൊ വിളിച്ചതെന്ന് പറഞ്ഞാ പറയണമെന്ന് തോന്നി. എനിക്ക് പറയണമെന്ന് തോന്നിയതാണേ. അതായത് റേഡിയോയിൽ കുറെ നാളായിട്ട് ഞാൻ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇവർക്കൊക്കെ ഒരു വിചാരമുണ്ട്, എന്താ ഈ OG മെമ്പേഴ്സിനെ ഒന്നും ഇതിൽ നിന്ന് എടുത്ത് കളയത്തില്ലെന്ന് കേട്ടാ. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു തോട്ടങ്ങ് മാറ്റണം. അപ്പൊ കുറച്ചും കൂടി ഒരു സ്ട്രിക്റ്റ്. അപ്പൊ ഞാൻ എന്റെ ഒരു ഇതിൽ ഒരാളെ മനസ്സറിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്താലേ നടക്കുള്ളൂ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് പറഞ്ഞാൽ ചന്ദ്രനെ കുറച്ച് നാള് മാറ്റി നിർത്താം. ചന്ദ്ര അത് നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രം. കാരണം അങ്ങനെ ഒരാളെ ചെയ്താൽ മാത്രമേ ബാക്കിയുള്ളവരുടെ ആ ഒരു പേടി വരത്തുള്ളൂ. എല്ലാരും ഇപ്പൊ നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ടെന്ന്. നീ അങ്ങോട്ട് പോയാൽ കുറച്ച് അലമ്പാക്കാവരെ. അത് സത്യം 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 സത്യം. അപ്പൊ എന്താ അഭിപ്രായം? ചന്ദ്രന്റെ അഭിപ്രായം എന്താ? നിങ്ങൾ എന്നെ മാറ്റുന്ന കാര്യം ഡിസ്കസ് ചെയ്യണേ. പിന്നെ വേറെന്ത്? 10 ദിവസം വരാഞ്ഞപ്പോട്ട് ഞങ്ങൾക്ക് ആ ഒരു ഗ്യാപ്പ് അറിഞ്ഞതേ ഇല്ല കേട്ടോ. സത്യം. അതുകൊണ്ടാണ് കഴിഞ്ഞ 4 വർഷവും നിങ്ങൾ ഉറങ്ങിയിട്ടേ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ. നിങ്ങൾ കഴിച്ചിട്ടേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. എന്നാ അതൊക്കെ മറന്നുവല്ലേ രായ? നീ എല്ലാം അറിയണേ. ഇത് എന്നെ മാറ്റാൻ ഡിസ്കസിങ് നീ എന്നെ കുറച്ചേരം നിന്റെ ചിരി കണ്ട പോലെ ചന്ദ്ര നിനക്ക് നല്ല പോത്തിറച്ചി പോത്തിന്റെ കാലം അത് കുഴപ്പമില്ല. തമാശ കണ്ണിടക്കുള്ളതെന്നൊക്കെ അറിയാം. അണ്ണാ വാ മീറ്റിംഗ് നടത്തണ്ടേ? ഇതെല്ലാം റെഡി അല്ലേ? ഞാൻ പോട്ടെ. ഇപ്പം മറ്റേ രണ്ടുപേരെ കളഞ്ഞോണ്ട് എല്ലാരും ആക്റ്റീവ് ആയെന്ന് പറഞ്ഞ് നീ വെറുതെ വന്നിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള രണ്ടുപേരെ പിടിച്ച് കളയരുത്.
എനിക്കെന്താ അടുത്ത മണ്ടത്തിരകളെ കാണിക്കും ഞാൻ ഇല്ലാത്തോണ്ട് എന്തൊരു ഗ്യാങ് ടാഗ് ഗ്യാങ് ടാഗ് ഇട്ടില്ല എന്നെ കിണ്ടുപോടാ. സിറ്റുവേഷനിൽ പോരുന്നത്. ഓക്കെ 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 സിറ്റുവേഷൻ ക്യാം വന്നിട്ടോ. സുഖമില്ല അവനൊന്നും സുഖം വരുത്തില്ല. ഗ്യാങ് ടാഗ് അവന് റേഡിയോ കണ്ടില്ലെങ്കിൽ സുഖമില്ല അവന്. ഞാൻ സുഖം വരുത്താം എല്ലാത്തിനും. നിക്ക് അതെ 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 സുഖം വന്നോ സുഖം വന്നോ ഇപ്പൊ നമുക്ക് എനിക്ക് ഇച്ചിരി പുറത്തോട്ട് എടാ രായ എന്റെ ഈ പാന്റ് ഒന്ന് വലിച്ചു പൊക്കി തരാനാ അവന്റെ ഒക്കെ സുഖം. മനസ്സിലായി, എനിക്ക് ആ വികാരം മനസ്സിലായി. സെറ്റ് ആക്കാം. ഗ്യാങ് വണ്ടിയായിട്ട് വന്നപ്പോ എന്നെ പിറ്റിയായിട്ട് അങ്ങ് പോയി. ഞാൻ പിന്നെ പിന്നാലെ പോവാത്ത അതൊരു യൂറസ് കാർ. ഞാൻ പിന്നെ ഇവിടെ പരിപാടി ആയതുകൊണ്ട് ഞാൻ നിരങ്ങ വന്ന് തട്ടിയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ കണ്ണേമേത് ചോദിച്ചപ്പോഴും വണ്ടി എടുത്ത് അങ്ങ് പോയി. റെഡിയാണ്. എല്ലാരും ശ്രദ്ധിക്കും. റേഡിയോയിൽ എല്ലാരും വാ നമുക്കപ്പോ റിക്രൂട്ട്മെന്റ് പരിപാടികളിലേക്ക് കടക്കാം. എല്ലാരും വരൂ. വലിയ കാലത്തെ അടിയാ. ഓ പറടാ. അണ്ണൻ വീണാൽ വായിട്ടോ. എന്ത് വീണ അണ്ണ വീണ വെടികൊണ്ട് വീണാൽ വെടികൊണ്ട് വീണാൽ വെളി ചെല്ലുമ്പോ ഒരു അടി കിട്ടും. ആരിലും ഒരാളെ കിട്ടാൻ നോക്കിക്ക. ഫ്രണ്ടി ഞാൻ നടക്കാം. ഇല്ല അവർക്ക് അണ്ണനെ മതിയെന്നാ പറഞ്ഞ, വേറെ ആരെയും വേണ്ട. തലക്കണ്ണല്ലേ വാസം പറഞ്ഞ. ആരാടാ വെടി വെക്കുന്നത്? സരക്കണ്ണ വീണാ വാഴട്ടെ. ബാബുനൊട്ടും വയ്യ. അവന് പനിയാണ്. അവന് വയ്യ. ചിലപ്പോ ബോബോയുടെ ഇത് കാറാണ്. അവര് ബോംബായിട്ട് ഇട്ടാ ടാർഗറ്റ്. എടാ ഞാനൊരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചോട്ടെ. സിറ്റുവേഷൻ ട്രിഗർ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഇതിനിടയ്ക്ക് വന്ന് കുളവാക്കാനുള്ള അമ്മാരുടെ ഒരു കുണം വെച്ചിട്ട് ഇതിനിടയ്ക്ക് വന്ന് കുളവാക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ ഇന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് റെഡി ആയിട്ടൊക്കെ ഇരിക്കണം കേട്ടാ. ഹെലി ഉണ്ടെണ്ണ അഥവാ വല്ല മറ്റേ തെറ്റിത്തരം കാണിച്ച് പോകാൻ 15 പേര് ചുറ്റി കാണണം. ഞാൻ ഇപ്പൊ ഇറങ്ങും. എനിക്കൊന്ന് പുറത്തോട്ട് പോകണം. അപ്പൊ എല്ലാവരും സിറ്റിയിൽ ഉണ്ടാവണം. ഹബീബി തുള്ളു ഹബീബി എങ്ങനെ അണ്ണൻ പോയാ അണ്ണ എങ്ങനെ ഇതെങ്ങനാ എടാ ഓണസദ്യ ഒന്നും കഴിച്ചിട്ട് ഫുഡ് പോലും കൂടുന്നില്ല. അതൊക്കെ ഓണസദ്യക്ക് ബാറ്ററി ഇടണം. അതുപോലെ തന്നെ മറ്റേ അരിഷ്ടമാവ് നിർത്തി കേട്ടാ. ഇപ്പൊ പുതിയ സാധനം അണ്ണ പറഞ്ഞത് വന്നിട്ട് നമ്മള് സിറ്റിയിലൊക്കെ വന്നായിരുന്നത് കഴിഞ്ഞ നീ എപ്പോഴാ വന്നേ? അല്ല കഴിഞ്ഞ വാറിന് നിന്നെ കളിപ്പിച്ചില്ല. നീ ഇറങ്ങിയും പോയിട്ട് നീ ചുമ്മാ 20 അതാ പുതിയ റിക്രൂട്ട് കുറപ്പല്ലേ എനിക്കറിയാം. സ്നൈപ്പ് ഇട്ടാച്ചെ ഇളവി കേട്ടാ. കട്ടപ്പയ്യേ ഇളകി കേട്ടാ. പിങ്ക് ഷട്ടിയുടെ ഇൻവെന്ററി ഇത് നമ്മൾ എപ്പോഴും സൂക്ഷിക്കും. ഇത് എപ്പോഴും അണ്ണ നമ്മള് മുന്നിൽ നിക്കട്ടെ. അണ്ണൻ പുറകെ നിക്കണ്ണ. ഞാൻ വീണിട്ട് അണ്ണൻ വീഴാൻ പാടുള്ളു. നമ്മള് വേണ്ട 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 അങ്ങനെ അതിന്റെ അത്രയ്ക്ക് പറ്റിയൊന്നും ഞങ്ങൾക്കില്ല. അന്തസ്സായിട്ട് വെടികൊണ്ട് എത്താലും കുഴപ്പമില്ല. നിന്റെയൊക്കെ ചന്തി കൂടെ വരുന്ന ബുള്ളറ്റ് ഞങ്ങൾക്ക് കൊള്ളാം. തട്ടിയിരുന്ന ബുള്ളറ്റ് നമ്മുടെ പുറത്ത് ലെഫ്റ്റിലോട്ട് മാറി സംഭവം സേതു എന്ന് പറഞ്ഞ ഇളവി ഇറ്റാച്ചി. അതിന്റെ അണ്ണനങ്ങ് വിളിക്കണ്ണ. അണ്ണൻ വിളിയണ്ണ. ലെറ്റ്സ് വെൽക്കം എന്നൊക്കെ പറഞ്ഞു തുടങ്ങ്. മൈക്ക് കാണാ. മൈക്ക് നോക്കി. അല്ല സാധാരണ നമ്മള് റിക്രൂട്ട്മെന്റ് എടുക്കുന്ന സമയത്ത്
കേക്കുന്നില്ലേ ഹലോ 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 അപ്പൊ സാധാരണ നമ്മൾ റിക്രൂട്ട്മെന്റ് എടുക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് പ്ലേയേഴ്സിന്റെ അടുത്തെങ്കിലും നമ്മൾ ഇത്രയും നാള് കൂടെ ഉള്ളവരുടെ അടുത്ത് പറയുമായിരുന്നു ആരാണ് റിക്രൂട്ട്മെന്റ് എടുത്തതെന്ന്. പക്ഷെ ഇതിപ്പം ഈ റിക്രൂട്ട്മെന്റ് സെറ്റ് ചെയ്ത 2 പേർക്കും പിന്നെ ബാക്കി കോ ലീഡേഴ്സും മാത്രമേ അറിയത്തുള്ളൂ റിക്രൂട്ട്മെന്റ് ആരാന്ന്. അതുകൊണ്ട് ഈ വട്ടം ആരടുത്തും അങ്ങനെ അഭിപ്രായമൊന്നും ചോദിച്ചില്ല റിക്രൂട്ട്മെന്റ് എടുക്കുന്നതിൽ. അത് മെയിനായിട്ടുള്ളൊരു കാരണം ഈ ഇനാക്ടിവിറ്റി ഫില്ല് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇപ്പം സ്ലോട്ടിൽ നിന്ന് മാറ്റിയതുപോലെ നാളെ ആർക്ക് വേണേൽ മാറാം. അപ്പം ബി ആക്റ്റീവ് ഇൻ സിറ്റി, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. ഇപ്പം ഈ പറഞ്ഞതുപോലെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇനാക്റ്റീവ് ആയിട്ടിരുന്നാൽ നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരാൾ വരും. അതെപ്പോഴും ഓർത്തോണം. ആൻഡ് അതുകൊണ്ട് നമുക്കിത് മുന്നോട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തേക്കുന്നത് ഈ ഒരു സമയത്ത്. എന്താടാ എടാ അവന്റെ ഡ്രസ് ഒന്ന് രണ്ടുപേരായിട്ട് പോണ റിസ്ക് ആണോ? രണ്ടുപേരുടെ പോയടാ കൂടെ, രണ്ടുപേരുടെ കൂടെ പോയടാ, രണ്ടുപേരുടെ കൂടെ. നമ്മള് വന്നത് കണ്ണാപ്പി ബോബോയും തിരിച്ചോ, കണ്ണാപ്പി ബോബോയും തിരിച്ചോ. എനിക്ക് സംസാരിക്കാനുണ്ട്. കണ്ണാപ്പി ബോബോയും തിരിച്ചോ. സേവനം, ഒരുപാട് സേവനം വേണ്ട കേട്ടാ. നിന്റെ ഒന്നും സേവിക്കല്ലേ, ഒരുപാട് സേവനം വേണ്ട കണ്ണാപ്പി നിന്റെയൊക്കെ. നിനക്കൊക്കെ എന്താടാ പ്രശ്നം? ഇവരെ എങ്ങനെ സ്ഥലത്ത് നിങ്ങൾ തന്നെ പറ. ഇവരെ ഞാൻ എങ്ങനെ ഇതാക്കും, ഇവരെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഞാന്?